ഹലോ ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ പുഴുക്ക് അഥവാ കപ്പ ഉടച്ചതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. നല്ല കപ്പയായിരിക്കണം കേട്ടോ. അത് നല്ലപോലെ പീസാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ വേവാൻ ആവശ്യമുള്ള ഒരു മീഡിയം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ ലെവൽ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പയ്ക്ക് ആവശ്യമുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ വെന്ത് ഉടയണം, അതുകൊണ്ടാണ് 2 വിസിൽ വരെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഇവിടെ കപ്പ് ഉപയോഗിച്ചിട്ടുള്ള 3-4 തരം റെസിപ്പികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പാൽ കപ്പയൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ ചാനൽ ഉണ്ട്. അതുപോലെ കപ്പയും മീനും കപ്പ പുഴുങ്ങിയെടുത്തത് അതുപോലെ ഉള്ള റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കപ്പ നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പിന് വേണ്ടി ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ഉള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ജീരകം. ഇത് മിക്സിയിൽ ചാറിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സ്പൂൺ കടുകും 2-3 കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ ഉടച്ച് വെച്ച കപ്പ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ അളവും എരിവും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചമുളക് എടുക്കുമ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര ആയി കഴിഞ്ഞ് ഈ മിക്സ് കപ്പയിലോട്ട് നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ഉടച്ചത് അല്ലെങ്കിൽ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കട്ടൻ ചായയോടൊപ്പം ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു കപ്പ പുഴുക്കിൻ്റെ കൂടെ ഒരു മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറു സൈഡ് 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ പുഴുക്കിൻ്റെ കൂടെ നമുക്കതും വെച്ച് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കപ്പ പുഴുക്കും കട്ടൻ ചായയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ മീൻ കറി, വറ്റിച്ചെടുത്ത മീൻ കറിയോ അല്ലെങ്കിൽ നാളികേരം അരച്ച മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണക്കമീൻ കറി വെച്ചതാണ്. അപ്പോൾ അതും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ കട്ടൻ ചായയും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. ഈസി ആയിട്ടും വളരെ ടേസ്റ്റുമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ.